അല്ല, നിങ്ങൾ ആരെങ്കിലും കണ്ടോ എന്റെ ആടിനെ? അതിപ്പോ ഇതിലൂടെ വന്നിരുന്നല്ലോ. ഒന്ന് നോക്കിയാട്ടെ നിങ്ങളെ പിന്നില്. അവിടെ തന്നെ ഇല്ല. നല്ലോണം നോക്കിയോ നിങ്ങള്? ആർക്കൊരു ശ്രദ്ധയില്ല. പണ്ട് ഇങ്ങനെ തന്നെയാണ്. അറിഞ്ഞൂടെ നിങ്ങക്ക്? വായിച്ചിട്ടില്ലേ നിങ്ങള് വെല്ലിക്കാക്ക എഴുതിയ പാത്തുമ്മയുടെ ആട്? പറഞ്ഞിട്ടെന്താ, പാത്തുമ്മാനെ ആടിനെ അറിയാത്തവരൊന്നും ഈ ദുനിയാവിലില്ല. എന്നിട്ടും ഇന്ന മക്കാറാക്കല് തന്നെ മക്കാറാക്കല്. വെല്ലിക്കാക്കയെ മോശമില്ലാന്ന് കൂട്ടിക്കോളി. എല്ലാവർക്കും എന്റെ ആടിന്റെ പാല് വേണം. എന്നാലോ അതിനൊന്ന് നല്ലോണം നോക്കാൻ ആർക്കൊട്ട് പറ്റൂലേനു. വെല്ലിക്കാക്ക, വെല്ലിക്കാക്ക മിണ്ടൂല. എടി ആനുമോ, ആനുമോ, ഈ കണ്ടോ എന്റെ ആടിനെ? ആനുമോ, ഈ എവിടെ പോയി കെടുക്ക? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആടിനെ നല്ലോണം നോക്കണമെന്ന്. എന്താ അവിടെ ഉണ്ടോ? എന്നാ അതങ്ങോട്ട് പറഞ്ഞാ പോരെ. എന്റെ ആടിന് കഞ്ഞോളം കൊടുത്തോ? ഈ എന്താ ഉമ്മ അങ്ങനെ പറയുന്നു? എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാടി. നിങ്ങൾ ആരും ഒന്നും ചെയ്യണ്ട. എന്റെ ആട് പെറട്ടെ, അപ്പൊ കാണാം. വല്യക്കാക്ക ഇവിടെ വന്നിരിക്ക. വല്യക്കാക്ക ആരും അറിയണ്ട. ആനും അറിഞ്ഞ വഴക്കിടും. എനിക്ക് വല്യക്കാക്ക രൂപായിട്ടൊന്നും തരണ്ട. ഖദീജക്ക് 2 കമ്മല് പണിത് കൊടുത്താ മതി. ഹനീഫ അറിയണ്ട, കൊച്ചിക്കേ അറിയണ്ട, അപ്പു ഉമ്മയോ ഒന്നും അറിയണ്ട. പൊന്നിൻ്റെത് വേണം. വല്യക്കാക്ക വല്ലവരോട് പറയോ? ഞാൻ വരണു. ആടിനെന്താ ഇങ്ങക്ക് വെള്ളം കൊടുത്താ പോരെ? വെല്ലിക്കാക്ക എന്താ പറഞ്ഞത്? എന്റെ ആട് വെല്ലിക്കാക്കയുടെ പുസ്തകങ്ങൾ തിന്നുന്നോ? അങ്ങനെ പറയല്ലേ വെല്ലിക്കാക്ക. എന്റെ ആട് അതൊന്നും ചെയ്യൂല. പിന്നെ കമ്മലിന്റെ കാര്യം ആരും അറിയണ്ടാട്ടോ. അല്ല, ആരാത്? ജമീല ബീബി അല്ലേ? വെല്ലിക്കാക്ക, വെല്ലിക്കാക്ക കണ്ടോ ഇരിക്കണത്? അതവിടെ ആ 2ാമത്തെ വരിയില് തലേം താഴ്ത്തി ഇരിക്ക കള്ളത്തി. ജമീല ബീബി എന്താ അവിടെ തന്നെ ഇരിക്കണേ? അല്ല മനുഷ്യന്മാരെ, എങ്ങള് കണ്ടില്ലേ വെല്ലിക്കാക്ക എഴുതിയ പൂവമ്പഴത്തിലെ നായിക ജമീല ബീബി. അബ്ദുൽ ഖാദർ സാഹിബ് ചോദിച്ച പോലെ ഞാനും ചോദിക്കട്ടെ. മഹാറാണി, പണ്ട് നീ പൂവമ്പഴം വേണമെന്ന് പറഞ്ഞപ്പോൾ രാത്രി പെരാപെരുമഴയത്തും വെള്ളപ്പൊക്കത്തിലും മുങ്ങി നീന്തി നിനക്ക് ഞാൻ എന്താ കൊണ്ടുവന്നത്? പൂവമ്പഴം. അതെങ്ങനെയായിരുന്നു പറഞ്ഞാട്ടെ? നാണിക്കാതെ പറഞ്ഞാട്ടെ, അതെങ്ങനെയായിരുന്നു? ഓറഞ്ച് പോലെ ഉരുണ്ട്. ഓറഞ്ച് പോലെ ഉരുണ്ട്. നീ തന്നെ പറ, ഇവര് കേൾക്കട്ടെ ആ കഥ.